ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് എഡു ടിപ്സ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC നടത്തിയ ഒരു 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ആൻസർ നോക്കാതെ ചെയ്ത് നോക്കുക, ഉത്തരം എഴുതി നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഓപ്ഷൻ എ ഡാർജിലിംഗ്, ഓപ്ഷൻ ബി കൊടൈക്കനാൽ, ഓപ്ഷൻ സി മുസോറി, ഓപ്ഷൻ ഡി നീലഗിരി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കൊടൈക്കനാലാണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. അടുത്ത ക്വസ്റ്റ്യൻ: ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ കൃഷ്ണ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി മഹാനദി. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി നർമ്മദയാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി സിന്ധു, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സിന്ധു ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ സിന്ധു നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ എ അറബി, ഓപ്ഷൻ ബി ലാറ്റിൻ, ഓപ്ഷൻ സി ഇംഗ്ലീഷ്, ഓപ്ഷൻ ഡി സംസ്കൃതം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അറബിയാണ്. മൺസൂൺ എന്ന വാക്ക് അറബി ഭാഷയിൽ നിന്നാണ് എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ: കാൽവൈശാഖി എന്നത്? ഓപ്ഷൻ എ കാറ്റ്, ഓപ്ഷൻ ബി നൃത്തം, ഓപ്ഷൻ സി മേഘം, ഓപ്ഷൻ ഡി ഉത്സവം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കാറ്റ്. കാൽവൈശാഖി എന്നത് ഒരു കാറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ: അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഓപ്ഷൻ എ കാട്ടുകഴുത, ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഓപ്ഷൻ സി ഹിപ്പോപ്പൊട്ടാമസ്, ഓപ്ഷൻ ഡി സിംഹം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഉത്തരം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഓപ്ഷൻ എ മാനസ് ദേശീയോദ്യാനം, ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനം, ഓപ്ഷൻ സി ജൽദപ്പാറ ദേശീയോദ്യാനം, ഓപ്ഷൻ ഡി ഡെച്ചിഗാം നാഷണൽ പാർക്ക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. അടുത്ത ക്വസ്റ്റ്യൻ: യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഓപ്ഷൻ എ അൽഫോൻസ ഡി അൽബുക്കർക്ക്, ഓപ്ഷൻ ബി പെട്രോ അൽവാരിസ് കബ്രാൽ, ഓപ്ഷൻ സി വാസ്കോഡ ഗാമ, ഓപ്ഷൻ ഡി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വാസ്കോഡ ഗാമ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡ ഗാമ. അടുത്ത ക്വസ്റ്റ്യൻ: ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഓപ്ഷൻ എ 1858, ഓപ്ഷൻ ബി 1859, ഓപ്ഷൻ സി 1860, ഓപ്ഷൻ ഡി 1857. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 1858. 1858 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ്, ഓപ്ഷൻ ബി കോൺവാലിസ്, ഓപ്ഷൻ സി വില്യം ബെൻഡിക്, ഓപ്ഷൻ ഡി ഡൽഹൌസി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്.
അന്ന് നടന്ന ആ ഘട്ടങ്ങളിലെ പരീക്ഷയ്ക്കെല്ലാം ഈ വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ രാജാറാം മോഹൻ റോയ്, അക്കാമ ചെറിയാൻ, ഇവരെക്കുറിച്ചെല്ലാം ഓരോ ഘട്ടത്തിലും ആവർത്തിച്ചായിരുന്നു. അതുപോലെ ഇപ്പം ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സാം കഴിഞ്ഞ് ഇനി 2, 3, 4 ഘട്ടക്കാർ പഴശ്ശി രാജ, പഴശ്ശി വിപ്ലവം, അതുപോലെ കുളച്ചൽ യുദ്ധം, ചമ്പാരൻ സത്യാഗ്രഹം, ഇങ്ങനെയുള്ള ആ സാമൂഹ്യ മുന്നേറ്റങ്ങളെല്ലാം നല്ലതുപോലെ നോക്കിക്കൊണ്ട് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ എ ദേവ സമാജം, ഓപ്ഷൻ ബി ആര്യ സമാജം, ഓപ്ഷൻ സി പ്രാർത്ഥനാ സമാജം, ഓപ്ഷൻ ഡി ബ്രഹ്മ സമാജം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ബ്രഹ്മ സമാജം. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മ സമാജം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഓപ്ഷൻ എ 1814, ഓപ്ഷൻ ബി 1815, ഓപ്ഷൻ സി 1816, ഓപ്ഷൻ ഡി 1817. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1815 ആണ്. 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ സി മൊറാർജി ദേശായി, ഓപ്ഷൻ ഡി രാജീവ് ഗാന്ധി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ സി കെ കേളപ്പൻ, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഓപ്ഷൻ എ ബർദോളി സത്യാഗ്രഹം, ഓപ്ഷൻ ബി ഖേദ സത്യാഗ്രഹം, ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ഡി അഹമ്മദാബാദ് സത്യാഗ്രഹം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഓപ്ഷൻ എ ഗ്യാനി സെയിൽ സിംഗ്, ഓപ്ഷൻ ബി ഡോക്ടർ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി വി വി ഗിരി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി. ഓപ്ഷൻ എ APJ അബ്ദുൽ കലാം, ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി, ഓപ്ഷൻ സി ഡോക്ടർ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ ഡി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ സക്കീർ ഹുസൈൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ, ഓപ്ഷൻ ബി ഇന്ത്യയിലെ പ്രദേശങ്ങൾ, ഓപ്ഷൻ സി പൗരത്വം, ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. ഓപ്ഷൻ എ 21ാം ഭേദഗതി, ഓപ്ഷൻ ബി 24ാം ഭേദഗതി, ഓപ്ഷൻ സി 26ാം ഭേദഗതി, ഓപ്ഷൻ ഡി 27ാം ഭേദഗതി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 24ാം ഭേദഗതി. 24ാം ഭേദഗതി 1971. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമ അവകാശമായി
മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ എ 44-ാം ഭേദഗതി, ഓപ്ഷൻ ബി 46-ാം ഭേദഗതി, ഓപ്ഷൻ സി 47-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 49-ാം ഭേദഗതി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 44-ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, പൊതു നിയമനങ്ങളിൽ അവസരസമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. പൊതു നിയമനങ്ങളിൽ അവസരസമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ എ അനുച്ഛേദം 15, ഓപ്ഷൻ ബി അനുച്ഛേദം 16, ഓപ്ഷൻ സി അനുച്ഛേദം 20, ഓപ്ഷൻ ഡി അനുച്ഛേദം 21. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം 16 ആണ്. പൊതു നിയമനങ്ങളിൽ അവസരസമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 16. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥാ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ എ 350, ഓപ്ഷൻ ബി 359, ഓപ്ഷൻ സി 300, ഓപ്ഷൻ ഡി 360. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 359. അടിയന്തരാവസ്ഥാ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് 359-ാം വകുപ്പ് പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മൗലികാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1990, 1993, 1994, 1996. ഇതിൻ്റെ ആൻസർ 1993 ആണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ സി മുഖ്യമന്ത്രി, ഓപ്ഷൻ ഡി ഗവർണർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫിഷ്യോ അംഗമല്ലാത്തത് ആര്? ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി, ഓപ്ഷൻ ബി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ഓപ്ഷൻ സി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ഓപ്ഷൻ ഡി ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫിഷ്യോ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ? ഓപ്ഷൻ എ സംസ്ഥാന പ്രതിപക്ഷ നേതാവ്, ഓപ്ഷൻ ബി മുഖ്യമന്ത്രി, ഓപ്ഷൻ സി നിയമസഭാ സ്പീക്കർ, ഓപ്ഷൻ ഡി ഗവർണർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ഓപ്ഷൻ എ R.K. മാത്തൂർ, ഓപ്ഷൻ ബി സൂരജ് ഭാൻ, ഓപ്ഷൻ സി രാംധൻ, ഓപ്ഷൻ ഡി അലോക് റാവത്ത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്. ഓപ്ഷൻ എ മഞ്ചേശ്വരം, ഓപ്ഷൻ ബി മടിക്കൈ, ഓപ്ഷൻ സി ചെമ്നാട്, ഓപ്ഷൻ ഡി മംഗൽപൊടി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻ എ 1.28, ഓപ്ഷൻ ബി 1.18, ഓപ്ഷൻ സി 2.18, ഓപ്ഷൻ ഡി 1.38. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1.18. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം? ഓപ്ഷൻ എ മൂന്നാർ, ഓപ്ഷൻ ബി പുനലൂർ, ഓപ്ഷൻ സി കുണ്ടറ, ഓപ്ഷൻ ഡി തലശ്ശേരി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കുണ്ടറ. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് കുണ്ടറ. അടുത്ത ക്വസ്റ്റ്യൻ, മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പെഡോളജി, ഓപ്ഷൻ ബി മെട്രോളജി, ഓപ്ഷൻ സി ഡെർമറ്റോളജി, ഓപ്ഷൻ ഡി പീഡിയോളജി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം
അറിയപ്പെടുന്ന പേരാണ് പെഡോളജി. അടുത്ത ക്വസ്റ്റ്യൻ, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. ഓപ്ഷൻ എ മംഗളവനം, ഓപ്ഷൻ ബി സൈലന്റ് വാലി, ഓപ്ഷൻ സി ഇരവികുളം, ഓപ്ഷൻ ഡി നെയ്യാർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സൈലന്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അടുത്ത ക്വസ്റ്റ്യൻ, തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഓപ്ഷൻ എ വിനോദസഞ്ചാരം, ഓപ്ഷൻ ബി കൈത്തറി, ഓപ്ഷൻ സി ഫിഷറീസ്, ഓപ്ഷൻ ഡി ആരോഗ്യം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കൈത്തറി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കൈത്തറി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. ഓപ്ഷൻ എ വിഴിഞ്ഞം, ഓപ്ഷൻ ബി അഞ്ചുതെങ്ങ്, ഓപ്ഷൻ സി നീണ്ടകര, ഓപ്ഷൻ ഡി അഴീക്കൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നീണ്ടകര. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റാണ് നീണ്ടകരയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. ഓപ്ഷൻ എ ചീമേനി, ഓപ്ഷൻ ബി ബ്രഹ്മപുരം, ഓപ്ഷൻ സി കായംകുളം, ഓപ്ഷൻ ഡി നല്ലളം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നല്ലളം. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ആണ് നല്ലളം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ നിലമ്പൂർ, ഓപ്ഷൻ ബി വാളയാർ, ഓപ്ഷൻ സി കുണ്ടറ, ഓപ്ഷൻ ഡി ചവറ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ നിലമ്പൂർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമാണ് നിലമ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഓപ്ഷൻ എ ഫറോക്ക് പാലക്കാട്, ഓപ്ഷൻ ബി സേലം ഇടപ്പള്ളി, ഓപ്ഷൻ സി കോഴിക്കോട് മൈസൂർ, ഓപ്ഷൻ ഡി ഡിണ്ടിഗൽ കൊല്ലം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഡിണ്ടിഗൽ കൊല്ലം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡിണ്ടിഗൽ, കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി, ഓപ്ഷൻ സി ചിന്മയാനന്ദ സ്വാമി, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആർ ബാലകൃഷ്ണപിള്ള, ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത. ഓപ്ഷൻ എ വി കുട്ടിമാളു അമ്മ, ഓപ്ഷൻ ബി അന്ന ചാണ്ടി, ഓപ്ഷൻ സി ആനി മസ്ക്രീൻ, ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിതയാണ് അക്കാമ ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി പുന്നപ്ര, ഓപ്ഷൻ ഡി വെങ്ങാനൂർ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വെങ്ങാനൂർ. വെങ്ങാനൂരിലാണ് അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി, ഓപ്ഷൻ സി തൈക്കാട് അയ്യാഗുരു, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. 1833 ശുചീന്ദ്രൻ രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻ എ പയ്യന്നൂർ, ഓപ്ഷൻ ബി തളിപ്പറമ്പ്, ഓപ്ഷൻ സി പാനൂർ, ഓപ്ഷൻ ഡി തലശ്ശേരി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തലശ്ശേരി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ആൻസർ തലശ്ശേരി. അടുത്ത ക്വസ്റ്റ്യൻ,
ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഓപ്ഷൻ എ 1795, ഓപ്ഷൻ ബി 1796, ഓപ്ഷൻ സി 1797, ഓപ്ഷൻ ഡി 1798. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1797. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. അടുത്ത ക്വസ്റ്റ്യൻ, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ബി ചാന്നാർ ലഹള, ഓപ്ഷൻ സി പൂക്കോട്ടൂർ കലാപം, ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഓപ്ഷൻ എ കയ്യൂർ സമരം, ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ സി മലബാർ ലഹള, ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഓപ്ഷൻ എ 1931, ഓപ്ഷൻ ബി 1932, ഓപ്ഷൻ സി 1930, ഓപ്ഷൻ ഡി 1933. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 1930. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 38, ഓപ്ഷൻ ബി 32, ഓപ്ഷൻ സി 34, ഓപ്ഷൻ ഡി 36. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 32. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി പാൻക്രിയാസ്, ഓപ്ഷൻ സി ശ്വാസകോശം, ഓപ്ഷൻ ഡി കരൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ശ്വാസകോശം. ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി ആമാശയം, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി തൈറോയിഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കരൾ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഓപ്ഷൻ എ മെഡുല ഒബ്ലാങ്കേറ്റ, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി തലാമസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മെഡുല ഒബ്ലാങ്കേറ്റ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. ഓപ്ഷൻ എ തലാമസ്, ഓപ്ഷൻ ബി ഹൈപ്പോ തലാമസ്, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി സെറിബെല്ലം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സെറിബെല്ലം. സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, പേശികളെക്കുറിച്ചുള്ള പഠനമാണ്. ഓപ്ഷൻ എ ഓസ്റ്റിയോളജി, ഓപ്ഷൻ ബി മയോളജി, ഓപ്ഷൻ സി നെഫ്രോളജി, ഓപ്ഷൻ ഡി ഫ്രെനോളജി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. അടുത്ത ക്വസ്റ്റ്യൻ, പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. ഓപ്ഷൻ എ വിറ്റാമിൻ സി, ഓപ്ഷൻ ബി വിറ്റാമിൻ എ, ഓപ്ഷൻ സി വിറ്റാമിൻ ഇ, ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ സി ആണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ബയോട്ടിൻ, ഓപ്ഷൻ ബി ഫോളിക് ആസിഡ്, ഓപ്ഷൻ സി തയാമിൻ, ഓപ്ഷൻ ഡി റൈബോഫ്ലാവിൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ബയോട്ടിൻ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നതാണ് ബയോട്ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ, സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. ഓപ്ഷൻ എ അരുണ ആസഫ് അലി ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ, ഓപ്ഷൻ സി ഡോക്ടർ റാം മനോഹർ ലോഹു ഹോസ്പിറ്റൽ, ഓപ്ഷൻ ഡി GB പന്ത് ഹോസ്പിറ്റൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, റേച്ചൽ കഴ്സൺ രചിച്ച സൈലൻറ്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻ എ DDT, ഓപ്ഷൻ ബി ഓസോൺ നാശനം, ഓപ്ഷൻ സി ആഗോള താപനം, ഓപ്ഷൻ ഡി ഹരിതഗൃഹ പ്രഭാവം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ DDT.
റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയമാണ് DDT. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണിക ഏവ? ഓപ്ഷൻ എ ഇലക്ട്രോൺ, ഓപ്ഷൻ ബി ന്യൂട്രോൺ, ഓപ്ഷൻ സി പ്രോട്ടോൺ, ഓപ്ഷൻ ഡി പോസിട്രോൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണിക ഇലക്ട്രോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ എ കാൽസ്യം, ഓപ്ഷൻ ബി മഗ്നീഷ്യം, ഓപ്ഷൻ സി സിങ്ക്, ഓപ്ഷൻ ഡി മാംഗനീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാവിയിലെ ഇന്ധനം. ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ഓപ്ഷൻ എ പൊട്ടാസ്യം ക്ലോറൈഡ്, ഓപ്ഷൻ ബി പൊട്ടാസ്യം സൾഫേറ്റ്, ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ഡി പൊട്ടാസ്യം ബ്രോമൈറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ക്ലോറിൻ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി സൾഫർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓക്സിജൻ. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമാണ് ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ആണ് ഡാഷ്. ഓപ്ഷൻ എ ദ്രവ്യം, ഓപ്ഷൻ ബി ബലം, ഓപ്ഷൻ സി ഊർജം, ഓപ്ഷൻ ഡി പിണ്ഡം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഊർജം എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ഓപ്ഷൻ എ സ്ഥാനാന്തരം, ഓപ്ഷൻ ബി ചലനം, ഓപ്ഷൻ സി സ്ഥിതികോർജം, ഓപ്ഷൻ ഡി കൊഹിഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ചലനമാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 5. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 7. ദ്രവ്യത്തിന് 7 അവസ്ഥകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 1 ന്യൂട്ടൺ ഡാഷ് ഡൈൻ. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 98, ഓപ്ഷൻ ഡി 102. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10 ഡൈനാണ്. അതിൻ്റെ ആൻസർ 10. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ബുധൻ, ഓപ്ഷൻ ബി വ്യാഴം, ഓപ്ഷൻ സി നെപ്റ്റ്യൂൺ, ഓപ്ഷൻ ഡി പ്ലൂട്ടോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പ്ലൂട്ടോ. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹമാണ് പ്ലൂട്ടോ. അപ്പോൾ ക്ലാസ് കാണുക, ഇതിൻ്റെ ആൻസർ നോക്കാതെ ചെയ്തു നോക്കുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് വീഡിയോ 3 പാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ കൂടുതൽ മാർക്ക് കിട്ടുന്നതിന് അത് സഹായിക്കും. ഓപ്ഷൻ സഹിതം വിശദീകരിച്ച ക്ലാസ്സാണ് അതിലുള്ളത്. റിലേറ്റഡ് ഫാക്ട്സ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.